IPL മിനി താരലേലത്തിന് മുമ്പ് പേഴ്സിൽ ഏറ്റവും കുറച്ച് പണം ബാക്കിയുള്ള ടീമാണ് 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ്. വെറും 2.75 കോടി രൂപ മാത്രമേ ഇപ്പോൾ അവരുടെ പക്കൽ ശേഷിക്കുന്നുള്ളൂ. ഈ തുകയ്ക്കുള്ളിൽ നിൽക്കുന്ന താരങ്ങളെ മാത്രമാണ് ലേലത്തിന് മുംബൈക്ക് വാങ്ങാൻ സാധിക്കുക. നിലവിൽ 20 താരങ്ങളാണ് മുംബൈയുടെ സ്ക്വാഡിലുള്ളത്. പരമാവധി 5 താരങ്ങളെ മാത്രമേ മുംബൈക്ക് ഇനി സ്ക്വാഡിലേക്ക് ചേർക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ വിദേശ താരം 1 മാത്രമാണ്. അടുത്ത ലേലത്തിൽ മുംബൈക്ക് ലക്ഷ്യമിടാവുന്ന 5 താരങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. IPL ലേലത്തിന് മുന്നോടിയായി ഫാസ്റ്റ് ബോളർമാരായ റീസ് ടോപ്ലെയെയും ലിസാദ് വില്യംസിനെയും മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്തിരുന്നു. ഇവർക്കു പകരം ഒരു വിദേശ പേസറെ ലേലത്തിൽ മുംബൈക്ക് നോട്ടമിടുകയും ചെയ്യാം. പക്ഷേ അത് ആരാവണമെന്നത് അവർ ബുദ്ധിപൂർവം തീരുമാനിക്കണം. കാരണം ഒരു വിദേശ താരത്തിന്റെ ഒഴിവ് മാത്രമേ ഇപ്പോൾ മുംബൈയിലുള്ളൂ. ട്രെന്റ് ബോൾട്ടാണ് നിലവിൽ അവരുടെ ഫാസ്റ്റ് ചോയ്സ് വിദേശ പേസർ. മധ്യ ഓവറുകളിൽ ബൗൾ ചെയ്യാൻ കഴിയുന്ന ഒരാളായാണ് ഇനി മുംബൈക്ക് വേണ്ടത്. ജെറാഡ് കോട്സി, ആൻഡ്രിച്ച് നോർക്കിയ, ജോഷ് ടോങ്, മാറ്റ് ഹെൻറി, സ്പെയ്സർ ജോൺ എന്നിവരിൽ ഒരാളെ ലേലത്തിൽ അവർക്ക് വാങ്ങാൻ ശ്രമിക്കുകയും ചെയ്യാം. സൗത്ത് ആഫ്രിക്കയുടെ റയാൻ റിക്കൽട്ടനാണ് രോഹിത് ശർമ്മയ്ക്കൊപ്പം ഇപ്പോൾ മുംബൈയുടെ ഫാസ്റ്റ് ചോയ്സ് ഓപ്പണർ. കഴിഞ്ഞ സീസണിൽ ഈ ജോഡി ക്ലിക്കാകുകയും ചെയ്തിരുന്നു. എന്നാൽ അടുത്ത തവണ റിക്കൽട്ടൺ ബാറ്റിംഗിൽ തിളങ്ങില്ലെങ്കിൽ മുംബൈക്ക് ബാക്കപ്പ് ഓപ്പണറായി ഒരാളെ ആവശ്യമാണ്. ഇന്ത്യയുടെ യുവ ഓപ്പണറും വെടിക്കെറ്റ് ബാറ്ററുമായ പൃഥ്വി ഷാ ഈ റോളിന് അനുയോജ്യമാണ്. കഴിഞ്ഞ മെഗാലേലത്തിൽ അദ്ദേഹം അൺസോൾഡ് ആയിരുന്നെങ്കിലും ആഭ്യന്തര ക്രിക്കറ്റിൽ ഇപ്പോൾ തകർപ്പൻ ഫോമിലാണ്. ഇതിനാൽ പൃഥ്വിയെ ഉറപ്പായും മുംബൈക്ക് പരിഗണിക്കാവുന്നതാണ്. ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്നും റിലീസ് ചെയ്യപ്പെട്ട ഷെയ്ഖ് റഷീദാണ് അവരുടെ മറ്റൊരു ഓപ്ഷൻ. റോബിൻ മിൻസ് ആണ് ഇപ്പോൾ മുംബൈയിലുള്ള ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ. കഴിഞ്ഞ സീസണിൽ അവസരം നൽകിയപ്പോൾ താരം നിറമങ്ങിയിരുന്നു. അൺക്യാപ്ഡ് കീപ്പർമാരായ വൻദേശ് ബേബി, ലൂനിത് സിഡോനിയ എന്നിവരിൽ ഒരാളെ ലേലത്തിൽ മുംബൈക്ക് ലക്ഷ്യം വെക്കാം. അടിസ്ഥാന വിലക്ക് തന്നെ ഇവരെ വാങ്ങാനും സാധിച്ചേക്കും. ഇന്ത്യൻ ഫാസ്റ്റ് ബോളറാണ് ലേലത്തിൽ മുംബൈയുടെ മറ്റൊരു ആവശ്യം. പേഴ്സിൽ പണം കുറവായതിനാൽ അൺക്യാപ്ഡ് പേസറായിരിക്കും നല്ല ഓപ്ഷൻ. സിമർജിത് സിംഗ്, കമലേഷ് നഗർകൊട്ടി, ചേതൻ സക്കരിയ, ആകാശ് മദ്വാൾ എന്നിവരാണ് മുംബൈക്ക് പരിഗണിക്കാവുന്നവർ. ഇവരിൽ മദ്വാൾ നേരത്തെ ടീമിന്റെ ഭാഗമായതിനാൽ മുംബൈക്ക് പ്രത്യേക താല്പര്യമുണ്ടാവും. മുംബൈയുടെ 5ാമത്തെ ഓപ്ഷൻ എന്നത് ഒരു ഇന്ത്യൻ സ്പിന്നറെ വാങ്ങിക്കുക എന്നതാണ്. കരൺ ശർമ്മയെയും മലയാളി താരം വിഘ്നേഷ് പുത്തൂരിനെയും മുംബൈ റിലീസ് ചെയ്തു കഴിഞ്ഞു. പകരം രാഹുൽ ചഹറിനെയോ കുമാർ കാർത്തികേയോ അവർക്ക് ലേലത്തിൽ പരിഗണിക്കാം. രണ്ടുപേരും നേരത്തെ മുംബൈക്കായി കളിച്ചവരാണ്.